ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളെനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ, അത് നിങ്ങൾ വളരെ സുന്ദരമായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുമെന്നാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 2 സിറ്റുവേഷൻ കൂടി ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള 2 സാഹചര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ വളരെ കൂളായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം സന്തോഷമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സന്തോഷം മാത്രമല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സും അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ കുട്ടികളുടെ അഡ്മിഷനൊക്കെ കാത്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു എനർജി ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ കുടുംബവുമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ സക്സസ് ആണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഈസി ആയിട്ട് തുറന്നു തരുന്ന ഒരു എനർജി ഇതിലുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് അത് വളരെ ഈസി ആക്കി തരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും സക്സസിൻ്റെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ടവർ കാർഡാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹൈറഫിൻ്റെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കണമെന്നാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ
നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചക്ര ക്ലെൻസ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യുക, എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചക്രയിലാണ് നമുക്ക് പുറത്തു നിന്നുള്ളതും പിന്നെ നമുക്ക് വരുന്ന അല്ലാത്ത കുറേ നെഗറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടൊക്കെയുള്ള നെഗറ്റീവ്സും ഒക്കെ നമ്മുടെ ചക്രയിൽ ബ്ലോക്കായിരിക്കും. ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജ കേന്ദ്രമാണ്. അപ്പോൾ എനർജി ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഒരു സ്ട്രെങ്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രം അല്ല സ്ട്രെങ്ത് വേണ്ടത്, നമ്മുടെ മനസ്സിന് കൂടി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചാലോ അതിൽ അസ്വസ്ഥതപ്പെടാതിരിക്കാൻ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധ പുലർത്തുക, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ തരുന്ന കാര്യങ്ങൾ അത് നെഗറ്റീവ് ആകട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആകട്ടെ അത് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും നമ്മൾ വിമർശിക്കുമ്പോൾ ടെൻഷൻ വരുന്ന അല്ലെങ്കിൽ വിഷമം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിമർശനങ്ങളെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വേയിലൂടെ കാണാൻ ശ്രമിക്കുക. ആ വിമർശനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നും നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടോ എന്നും മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ഒരു കാര്യം, ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ അധ്വാനിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യത്തിനുള്ള ഫലം നിങ്ങൾ പ്രതീക്ഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ള ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും ഉപരിയായിട്ട് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ട് അതിൻ്റെ ടെൻഷനിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഇന്നലെ രാത്രി എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കാണുന്ന നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം ഫലിക്കാനുള്ളതല്ലെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വപ്നമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ പുറത്തു നിന്നുള്ള കുറേ നെഗറ്റീവ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്നുമൊക്കെ പല നെഗറ്റീവ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ആ ഒരു ലെവൽ എത്തുന്നത് വരെ അവർ സെൻസിറ്റീവ് തന്നെ ആയിരിക്കും. എവിടെ പോയാലും എല്ലാ നെഗറ്റീവ്സും നമ്മുടെ പുറകെ വരും. അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നെഗറ്റീവ്സ് കിട്ടും. അങ്ങനെയൊക്കെ സ്പിരിച്വലായിട്ടുള്ള ആളുകളുടെ ഒരു
അവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. കാരണം ഇതിനകത്തൊരു ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്പിരിച്വൽ പേഴ്സൺ ആണെന്നുള്ളതാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള നെഗറ്റീവ്സ് നിങ്ങൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഒന്ന് ഈ ഒരു സമയം സ്റ്റഡിയാക്കി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രാണായാമം ചെയ്യുക. ഇതിലൂടെ കുറേ നെഗറ്റീവ്സ് പുറത്തു പോകാൻ സഹായപ്രദമാണ്. ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഒരു പക്ഷേ വിവാഹം, ഒരു ഹൗസ് വാമിങ്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, അത്തരത്തിൽ ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുമായി ചേർന്ന് സന്തോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊക്കെയായി ഒത്തുചേർന്ന് ചില ചടങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പറയുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ പുറത്ത് പറയേണ്ട, അത് നടന്നിട്ട് പറയാം, അങ്ങനെയൊക്കെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ പല ആൾക്കാരും വിദേശത്തേക്ക് പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരോടും പറഞ്ഞ ശേഷം അത് മുടങ്ങിപ്പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് വന്നവർ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും അതിനൊരു ബ്ലോക്ക് വന്ന് വിഷമത്തിലായി പോയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ കാത്തിരുന്ന ആരോ, നിങ്ങൾ ഒരുപാട് പ്രണയത്തോടെ കാത്തിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ തീവ്രമായ ഒരു പ്രണയത്തോടെ കാത്തിരുന്നതാവാം. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. ഇതിലും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു പ്രതിഫലം കിട്ടുന്നു എന്നാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യനാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് കൊണ്ടുവരാനുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നുള്ളതാണ്. ഇപ്പോൾ മാജിക്ക് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ അത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ പറ്റി ബോധേഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ശരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.
നന്ദി.